വർഗീയതയ്ക്കെതിരെ വടകരയിൽ LDF സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധ കൂട്ടായ്മ ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോട്ടപ്പറമ്പിലാണ് പരിപാടി. ഈ മാസം 11-ാം തീയതി UDFും വടകരയിൽ ബഹുജന സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തത്സമയം. ദീപക്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ വടകര ഒരു വർഗീയക്കരയാകുന്നു എന്ന തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ പരിപാടികൾ നടക്കുന്നത്. കാരണം ഈ പിന്നിട്ട തെരഞ്ഞെടുപ്പ് വേളയിൽ വർഗീയ വിദ്വേഷം, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രാദേശിക തലത്തിൽ നമുക്കും അത്തരം വിവരങ്ങൾ കിട്ടിയതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വേളയിൽ അല്ലെങ്കിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളതൊക്കെ ഒഴിവാക്കുകയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ വർഗീയതയ്ക്കെതിരെ, അതായത് പരസ്പരം പഴിചാരിക്കൊണ്ട്, പ്രത്യേകിച്ചും UDFിനെതിരെ LDF, കാരണം ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് CPIM പ്രധാനമായും ആരോപിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തിരിച്ച് CPM ആണ് വർഗീയ കാർഡ് കളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് UDF ക്യാമ്പും വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. വടകരയിൽ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാവശ്യം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണം നടന്നിരുന്നു. കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ തന്ത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും ഇന്ന് വടകര കോട്ടപ്പറമ്പിൽ LDFിൻ്റെ ഈ വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരായുള്ള റാലി നടക്കുന്നു, മനുഷ്യ കൂട്ടായ്മ നടക്കുകയാണ്. അതിൽ എളമരം കരീമാണ് പങ്കെടുക്കുന്നത്. എളമരം കരീം MP ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് CPIMൻ്റെ കോഴിക്കോട്ടെ പ്രധാന നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. 11-ാം തീയതി UDFും ഇതേ പേരിൽ CPMനെതിരെ ആരോപിച്ചുകൊണ്ട് ഇത് നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വടകരയിൽ വർഗീയ പ്രചാരണം തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നുള്ളത് ഉറപ്പിച്ച് രണ്ട് മുന്നണികളും പറയുന്നു. അതിൻ്റെ ആർക്കാണ് അതിൻ്റെ പിതൃത്വം എന്നുള്ളതിലെ മാത്രമേ തർക്കമുള്ളൂ. SK. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.